അവൻ എങ്ങനെ എന്നോട് സംസാരിച്ചെന്നറിയോ? വൃത്തിയേട്ടവൻ. അവൻ്റെ കാരണം നോക്കിയൊന്ന് കൊടുക്കാൻ എനിക്ക് തോന്നിയത്. എന്തൊക്കെയാ പറയുന്നേ? കൈവച്ചിട്ട് ബ്ലാക്ക് മാർക്ക് എങ്ങാനും ആയാലോ? പിന്നെ നിനക്ക് എവിടെ ജോലി കിട്ടാനാ? ദേഷ്യം പഠിക്കുന്നത് ഒരു സൊല്യൂഷൻ അല്ല പ്രഭു. അടുത്ത മാസം അപ്രൈസിലാവുമല്ലോ, അതിനുശേഷം വേറെ ജോലി നോക്കാം. ജോലി മര്യാദയ്ക്ക് ചെയ്, എല്ലാം ശരിയാവും. ബാങ്ക് മാനേജർ ആണല്ലോ. എടുക്കെടുക്ക്. ഹലോ. പ്രഭു. സാർ പറഞ്ഞോളൂ. കൺഗ്രാറ്റ്സ് പ്രഭു, തന്റെ ഹോം ലോൺ അപ്രൂവ് ആയിട്ടുണ്ട്. സാർ താങ്ക് യു സാർ, ഒരുപാട് നന്ദി സാർ. തന്റെ ഡോക്യുമെന്റ്സ് ഒക്കെ റെഡിയാക്കി വെച്ചോ. സാർ ഞാൻ എല്ലാം റെഡിയാക്കി വെക്കാം. നമുക്ക് ഉടനെ മീറ്റ് ചെയ്യാം. താങ്ക് യു സാർ. അച്ഛനോട് പറ. അച്ഛാ, ഹൗസിംഗ് ലോൺ സാങ്ഷൻ അയച്ച. അച്ഛാ, ഏത് ഹോസ്പിറ്റല്? സാറേ, ഇത് ഇവിടെ തന്നെ പറഞ്ഞു തീർക്കുന്നതല്ലേ? ഡൊമസ്റ്റിക് വയലൻസ് കേസാ, മനസ്സിലായോ? അറിയാം സാർ. സാർ ഒരു മിനിറ്റ് സാർ, പ്ലീസ് സാർ. ഇത് നമുക്ക് പറഞ്ഞു നിർത്താൻ പോരെ? ഇതങ്ങനെ കേസാക്കാൻ നിൽക്കരുത് സാർ, പ്ലീസ്. ഞാനിപ്പോൾ ഇങ്ങോട്ടേക്ക് വരാം, പ്ലീസ് സാർ. ഒരു 10 മിനിറ്റ് വാച്ച നടക്കച്ച. പ്രഭു. ആരതി, നിനക്കൊന്നും പറ്റിയില്ലല്ലോ? നീ ഒന്ന് അകത്ത് പോയി നോക്ക്. നേരെ എസ്കേപ്പാ മാഡം, കണ്ണു പോയാനേ. ഒന്നും പറ്റിയില്ലല്ലോ. ഡൊമസ്റ്റിക് വയലൻസ് ചാർജ് ചെയ്ത് ഇവിടെ അകത്ത് വിടണം സാറേ. സാർ കേസൊക്കെ എന്തിനാ സാറേ? ഞാൻ വേണമെങ്കിൽ ക്ഷമ ചോദിക്കാം സാറേ. ഞാൻ നിങ്ങളുടെ കാല് പിടിക്കാൻ സാറേ. വേണ്ട. എന്താ ചെയ്ത്? അച്ഛൻ എന്തിനാ കാലിൽ വീഴുന്നേ? ഞാൻ പറഞ്ഞോളാം, നീ നിർത്ത്. സാറേ, സാറിന്റെ അടുത്ത് അപേക്ഷിച്ചിട്ടൊന്നുമല്ല. പോലീസ് കേസ് ഉണ്ടായാലേ എന്റെ കുടുംബത്തിന് മാനാ പോകുന്നേ. അതുകൊണ്ട് മാത്രം വിടുവാ. കൂട്ടിക്കൊണ്ട് പൊക്കോ സാറേ. വിളിച്ചോണ്ട് പോകാൻ നോക്ക്. മിണ്ടാതെ വാ ആരതി, മിണ്ടാതൊന്നും നടക്കടി. അച്ഛൻ ഇങ്ങോട്ട് വന്നേ. എന്താ ഉണ്ടായി ആരതി? ടയർഡാടാ, രാവിലെ സംസാരിക്കാം. ഭർത്താവിനെയാണോടി കൈ നീട്ടി അടിക്കുന്നേ? ഇത്ര വർഷമായിട്ടും ഭർത്താവ് നിന്നെ തല്ലിയിട്ടുണ്ടോ? അടിച്ചാ മാത്രമാണോ വയലൻസ്? എന്തേലൊക്കെ കാണിക്ക. ഇത്രയും കാശും മുടക്കി വലിയൊരു വീട്ടിലേക്ക് കല്യാണം കഴിച്ചയച്ചിട്ട് അത് തന്നെ പ്രശ്നം. അതാണ് പ്രശ്നം. വലിയ കുടുംബത്തിലേക്ക് ഒന്നും ആലോചിക്കാതെ കല്യാണം കഴിച്ചു വിട്ടില്ലേ? അതാ പ്രശ്നം. എങ്ങനത്തെ കുടുംബമാണെന്നറിയോ അത്? പണത്തിന്റെ അഹങ്കാരം ആ വീട്ടിലുള്ള എല്ലാവരുടെ രക്തത്തിലുണ്ട്. എല്ലാരെയും അടിമകളാക്കണമെന്ന് വിചാരിക്കുന്ന സൈക്കോസ്. മൂത്ത മരുമോള് ഡിവോഴ്സ് വാങ്ങിപ്പോയി. രണ്ടാമത്തെ മരുമോളുമായിട്ട് പ്രശ്നം. എന്തിനാ നമ്മുടെ അടുത്തേക്ക് വന്നേന്നറിയോ? നമ്മുടെ കയ്യിൽ പൈസയില്ല, അവരുടെ അടിമയായി നിൽക്കാൻ വേണ്ടി. കല്യാണം കഴിഞ്ഞ് കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ തന്നെ ജോലിക്ക് പോകണ്ടെന്ന് പറഞ്ഞു. ആ വീട്ടിലെ എല്ലാ ജോലിയും ഞാൻ തന്നെ ചെയ്യണം.
ഈ 4 വർഷത്തില് ഒരു ദിവസം പോലും എന്നെ മനുഷ്യനായിട്ട് കണ്ടിട്ടില്ല. ശമ്പളമില്ലാത്ത വേലക്കാരിയ. അവന്റെ ചേട്ടന്മാരുടെ ഷഡ്ഡി വരെ ഞാൻ വേണം കഴുകി കൊടുക്കാൻ. ഞങ്ങളോട് പറയായിരുന്നില്ലേ മോളെ? എനിക്ക് വേണ്ടി വീട് പോലും വേണ്ടെന്ന് വെച്ച് കടം വാങ്ങി കല്യാണം കഴിപ്പിച്ചതല്ലേ? നിങ്ങളോട് എങ്ങനെ പറയും ഞാൻ? അതുകൊണ്ട് ഇത്രയും നാളും സഹിച്ചു നിന്ന് ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും എല്ലാം ഇല്ലാതായി. അപ്പോഴേക്കും ഇവള് ജനിച്ചു. എനിക്ക് പേടിയാവാൻ തുടങ്ങി. അവിടെ ഒന്നും മാറിയിട്ടില്ല. മനസ്സും ശരീരവും രണ്ടും വേദനിക്ക്. ഇവളുടെ അച്ഛനോട് പറഞ്ഞു ഇതിൽ കൂടുതൽ എനിക്ക് സഹിക്കാൻ പറ്റില്ലെന്ന്. അപ്പൊ ഇതൊക്കെ സഹിച്ചേ പറ്റൂന്ന്. അങ്ങനെ ഞാൻ ആദ്യമായിട്ട് ചോദിച്ചു, എന്നോട് നിങ്ങൾക്ക് കുറച്ചു പോലും സ്നേഹമില്ലേന്ന്. ഇല്ലാന്ന് പറഞ്ഞു. പിന്നെ പിന്നെ എങ്ങനെ എന്റെ കൂടെ കിടന്ന് കുഞ്ഞിനെ ഉണ്ടാക്കിയെന്ന് ചോദിച്ചു. എന്ത് ചെയ്യാനാ, വേറെ വഴിയില്ലാന്ന് പറഞ്ഞു. അതായിരുന്നു ബ്രേക്കിംഗ് പോയിന്റ്. പോടാ ചെറ്റേന്ന് പറഞ്ഞ് തലയടിച്ച് പൊട്ടിച്ചു. അങ്ങനെ എല്ലാം വേണ്ടത് വെച്ച് ഞാൻ അച്ഛാ. താങ്ക്സ് മോളെ. എന്താ അച്ഛാ? ആരതി? രാത്രി എന്നോട് കുറേ നേരം സംസാരിച്ചു. മനസ്സിലുള്ളതെല്ലാം തുറന്നു പറഞ്ഞു. ഇപ്പൊ നല്ല ഉറക്ക. ശരി മോളെ. അടിച്ച മാത്രമാണ് വയലൻസ് എന്ന് ചോദിച്ചില്ലേ? ഞാനും അത് തന്നെയല്ലേ ചെയ്തത്. ഏയ്, ബാങ്കിൽ എത്ര മണിക്കാ പോണ്ടേ? 3 മണിക്ക് മതി. ഇന്ന് മോർണിംഗ് അപ്രൈസലുണ്ട്, അത് കഴിഞ്ഞിട്ട് പോവാം. ശരി. ആരതിയോ? വാ. ഹേയ്, കൺഗ്രാറ്റ്സ് ഡാ. ഇന്ന് ഹോം ലോൺ സൈൻ ചെയ്യാൻ പോവല്ലേ? താങ്ക്സ് ഡി. എത്ര വലിയ കാര്യ. എന്താടാ പറയാഞ്ഞ്? അമ്മ പറഞ്ഞു വേണോ ഞാൻ അറിയാൻ? ആരതി, ഞാനത് എന്താ ഞാൻ വിഷമിച്ചിരിക്കുന്ന ഓർത്താ? ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്. ഇപ്പൊ ഒന്നും എൻ്റെ കൂടെ അടി കൂടുന്നില്ലല്ലോ. മര്യാദയ്ക്ക് സംസാരിക്കുന്നുണ്ട്. എന്താടാ കാര്യം? എന്നോട് അത്രയ്ക്ക് ഇഷ്ടാ അതോ സിമ്പതിയോ? എവിടെ പോടുന്നു? അതാ. ഒന്ന് വായടച്ചിരിക്കെ. ശരി, അച്ഛനോട് പറഞ്ഞോ? ഞാൻ പറഞ്ഞില്ല, പക്ഷെ അച്ഛനറിയാം. അമ്മ പറഞ്ഞിട്ടുണ്ടാവും. ഇങ്ങോട്ട് വാ. അച്ഛാ, ഇങ്ങോട്ട് വന്നേ. അച്ഛൻ്റെ എത്ര നാളത്തെ ആഗ്രഹം പ്രഭു വീട് വാങ്ങാൻ പോവാ അച്ഛാ. എന്റെ കല്യാണം ഇങ്ങനെയൊക്കെ ആയി. പ്രഭുവിനോട് സംസാരിക്കും. എന്റെ ലൈഫില് ഒരു നല്ല കാര്യമെങ്കിലും നടക്കട്ടെ. സംസാരിക്കച്ചാ.